ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുകയാണ്. ഭീഷണിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടും എന്നുള്ള ഭീഷണിയാണ്. മക്കളുടെ ഭാവിയില്ലാണ്ടായി എനിക്ക് ജീവിക്കണ്ട, എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടായി എനിക്ക് സെക്ഷൽ ഹരാസ്മെന്റ് ആൾമാറാട്ടം, പോലീസ് ആണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം. പാലക്കാട് സ്റ്റേഷനിൽ മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാ. നമുക്ക് ചന്തം കൊണ്ട് ചിന്ത തേച്ച് കാണിച്ചാ നിങ്ങൾക്ക്. വാട്സ്ആപ്പ് യൂട്യൂബ്, ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. ഇറ്റ്സ് മീ കൈസ് ആൻഡ് ഷാജിദ ഷാജി. ഈ കച്ചറ വിഷയത്തിൽ തലയിടണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. കൈസിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ഷാജിദയുടെ കാര്യത്തിലാണ്. ഷാജിദയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇമ്മാതിരി കച്ചറ വിഷയത്തിൽ തലയിടണ്ട എന്ന് വിചാരിച്ചതാണ്. പിന്നെ കുറേ വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഈ ഷാജിദയുടെ കൊണ സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇറിറ്റേഷൻ ആയിപ്പോയി ഗൈസ്. സംഭവം രണ്ടുപേരെ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഈ ഖൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ്, ഒരു യൂട്യൂബറാണ്. നമ്മളെപ്പോലെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ്. ഈ ഷാജിദ ഷാജി എന്ന് പറയുന്നത് ഖൈസ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ഫാമിലി വ്ളോഗർ എന്നാണ്. ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നില്ല. ഫാമിലി വ്ളോഗിങ്ങിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് അപരാധ വ്ളോഗർ എന്ന് വേണം പറയാൻ. ഇവരുടെ മെയിൻ പരിപാടി വീട്ടുകാരെ പറ്റി, നാട്ടുകാരെ പറ്റി, ഈ യൂട്യൂബേഴ്സിനെ പറ്റി എല്ലാം അപരാധം പറയുക എന്നുള്ളതാണ്. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, ഈ ഖൈസ് യൂട്യൂബേഴ്സിനെതിരെ വീഡിയോസ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, അവരെ പറ്റി ഇല്ലാത്തൊക്കെ പറയുക. ഇങ്ങനെയൊക്കെയാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്. കൈസുമായിട്ടുള്ള വിഷയത്തിനെ തുടക്കമെന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയ്ക്കുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് റോ വഴക്ക്. ഇവർ ഷാജിദ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിനകത്ത് ഇവർ തമ്മിലുള്ള എന്തൊരു വഴക്ക് സാധനങ്ങളെല്ലാം അതുപോലെ എടുത്ത് ആ വോയിസ് ഓവറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ ഉമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ഉമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഷാജിദയുടെ ഭാഷയിൽ പറഞ്ഞ ഷഡ്ഡി ഡാൻസ്. സ്വന്തം ഉമ്മയുടെ അങ്ങനത്തെ ഒരു വീഡിയോ ഇവർ പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് കൈസ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് അപരാധങ്ങളിൽ അപരാധമാണല്ലോ. അപ്പോൾ ഇത് കൈസ് റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഇവരുടെ കയ്യിലിപ്പോണ്ടാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങൾ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചില്ല, ചെറുതായിട്ട് കുറച്ച് കഴിച്ചിട്ട് മക്കൾക്ക് മാത്രമേ കഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡ് അതിൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അല്ല, എൻ്റെ ഉമ്മ ഞാൻ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിലിൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. ഐസിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്ന പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വില പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് ഈ എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നോട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെയുള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റി മറിച്ചിട്ട് കണ്ടോന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോ പണി സ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്ക് കോടതി അതൊരു തെളിവേ അല്ല. വീട്ടിൽ നിന്ന് പുറത്താക്കി മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാവമായിട്ടുള്ള രീതിയിലേക്കാണ് ഇവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ കാണും. അപ്പോൾ ഇത്രയും വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിൽ സാക്ഷികളൊന്നും ഇല്ലാതിരിക്കുമോ? സ്വന്തം അയൽവക്കത്തൊക്കെ എന്തായാലും ആൾക്കാർ കാണും. അവരെന്തുകൊണ്ട് ഇങ്ങനെ ഷാജിദയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുന്നില്ല? അതൊന്നും നിങ്ങൾ ആലോചിക്കണം. എനിക്ക് പ്രഗ്നന്റ് ആയി എന്റെ മരിച്ചപ്പോൾ എനിക്ക് ഗർഭമുണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെ കുറുകുറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും. തള്ളെ ഭീഷണിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടും എന്നുള്ള ഭീഷണിയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കണേ. ഇരിക്കണം. എന്തിനാ എന്നെ കുറിച്ച് പറയുന്നത്? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്നതാണ്. എന്റെ മാനം പോവും, അതുകൊണ്ടാണ് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോയി പബ്ലിക്കായിട്ട് കണ്ടാലേ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് ശല്യമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചു എന്നൊക്കെ ഇരിക്കും. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും
ഇപ്പം കുറച്ചൊക്കെ ഞാനിങ്ങനെ മിണ്ടായിരിക്കും പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ അറിഞ്ഞുണ്ടായിരിക്കില്ല, അറിയാതെ സൗണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ദേഷ്യം വരും, ഞാൻ ശബ്ദം ഉയർത്തും. പക്ഷേ അതെന്തിനാണ് ഇവർ ഇതെടുത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്? സ്വന്തം അമ്മയോട് ഇങ്ങനെ ഇത്ര മോശമായിട്ടൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർ കണ്ടിട്ട് ഇവർക്ക് തന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ബോധമില്ലേ? അതുമല്ല അതിന്റെ കൂടെ ഭീഷണി, ഷഡ്ഡി ഡാൻസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ. ഇവള് എന്താണ് മെന്റാലിറ്റി എനിക്ക് മനസ്സിലായത്. അതും സ്വന്തം അമ്മയുടെ അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രമല്ല ഇവളത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്റെ മാനം പോകും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അപ്പനെ പറയണ്ട, അപ്പനെ നിങ്ങൾ നോക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട. ഞാൻ നോക്കും. എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും. വരാൻ പറയും, ഞാൻ വീട്ടിൽ വന്നിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഞാൻ വന്നിരുത്തും, നന്നായി അന്തസ്സായി ഷാജി നോക്കും. ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ നോക്കും. നിങ്ങൾ ആട്ടി വിടുന്ന പോലെ അല്ല എന്റെ അത്താനെ. നിങ്ങൾ ആട്ടി ഇവിടെ മടാളും കത്തി ചേർത്തിട്ട് ആട്ടി വിടുന്നതല്ല. പാതുകാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതുകാപ്പ്? നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതുകാപ്പാൻ. അങ്ങനെ നമ്മള് അവിടെ എത്തി, സൗരിവാളയിൽ എത്തി. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ല കേട്ടോ, ഉടയോ പറയാണ്. ആ തള്ളങ്ങനെ പിടികൊടുത്തോണ്ടിരിക്കും. അത് നിങ്ങൾ കണക്കാക്കണ്ട, അതങ്ങനെയാണ്. 60 വയസ്സായ ഇങ്ങനെ ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയും മോളും ഒക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ വീട്ടിൽ എന്താണ് പ്രോബ്ലംസ് നടന്നത്, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഉമ്മയുടെ ഭാഗത്താണോ ഇവരുടെ ഭാഗത്താണോ ശരി തെറ്റൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനത്തെ ഒരു നഗ്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല അത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അത് ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇവർ പിന്നെയും കൊണോണ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയാണ്. ഇറ്റ്സ് മീ കൈസ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ കല്യാണം പുതുതായിട്ട് കഴിഞ്ഞ് പറഞ്ഞു, നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടികൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടിയല്ല പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല. ഇവർ പറയുന്നത് ഇവരുടെ കുട്ടികളെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൈസിന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒന്നിലും കൈസ് കുട്ടികളെ മെൻഷൻ ചെയ്യുന്നില്ല. കുട്ടികൾക്കെതിരെ ഒരു വാക്ക് പോലും ഇയാൾ പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിവിടെ വെക്കായിരുന്നു. ഫുള്ള് പറഞ്ഞത് ഇവള് കാണിക്കുന്ന ഇല്ലായ്മ അപരാധങ്ങളെ പറ്റിയാണ് കൈസ് പറഞ്ഞിട്ടുള്ളൂ. ഇവളുടെ മെയിൻ പരിപാടി ആളുകളെ ഭീഷണിപ്പെടുത്തുക, ചെയ്യാത്ത കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇവരുടെ വേറൊരു വീഡിയോ ഉണ്ട്, കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് വൻ കച്ചറയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടുത്തെ സാറിനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവർ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും ഗുരുതര ആരോപണമാണ് അവിടുത്തെ സാറിനെ പറ്റി പറയുന്നത്. ലൈംഗിക അതിക്രമം, കുട്ടികളുടെ അടുത്ത് ലൈംഗിക അതിക്രമം നടത്തി, ഇതാണെന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊന്നും തെളിവുകളില്ല. ഇത് ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസിൽ കേസ് കൊടുക്കുക, കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് യാതൊരു തെളിവുകളും കാര്യങ്ങളും ഒന്നും നേരത്തെ ചുമ്മാ ഒരാൾക്കെതിരെ ഇമ്മാതിരി എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടത്തുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ മക്കളുടെ കട ഞാൻ എത്ര ലക്ഷം കൊടുത്തതാണ് വീട്ടിൽ കടക്കാർ 300 രൂപ ഞാൻ എന്തൊക്കെ ഞാൻ ചെലുത്തോളൂ. എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേന്ന് വിളിച്ചിട്ട് റബ്ബേ ക്യാമറ വർക്ക് ആവുന്നുണ്ടോ? ഉണ്ട്. ക്യാമറ ഓണാക്കാൻ മറന്നോ? ഇല്ല ക്യാമറ ഓണാണ്. ഇങ്ങനെയാണോ ഒരാൾ ഇങ്ങനെ ഇത്ര വിഷമത്തിൽ കരയുമ്പോൾ ഒരാൾ ക്യാമറ ഓണാക്കിയിട്ട് ക്യാമറ വർക്ക് ആവുന്നുണ്ടോ നോക്കിയിട്ടാണോ ഒരാൾ കരയുന്നത്? എനിക്ക് ഇവരെ എടുത്ത് തരണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ മക്കളുടെ മാർക്കിൽ എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടെ പോവില്ല. എന്റെ കുട്ടീന്റെ മാർക്കിൽ എനിക്കിതിനൊരു തീരുമാനം അടിച്ചോളെ. എന്റെ കുട്ടീന്റെ മാർക്കിൽ എന്റെ ചാച്ചുവിന്റെ മാർക്ക് D+ ഫുള്ള് D+ LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണമെങ്കിൽ എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കും? ഇവര് D+ ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാം? അടിച്ചോലെ എനിക്കത് തീരുമാനം എന്താ? പൈസ കൂടെ മാത്രമാണ് എന്റെ കുട്ടീനെ TC 2 കൊല്ലം ഇവിടെ എനിക്ക് മാർക്ക് ലിസ്റ്റ് അലച്ച് വിളിച്ച് വാവിട്ട് ഏങ്ങലടിച്ചൊക്കെ കരയുന്നുണ്ട്. പക്ഷേ ഒരു കണ്ണുനീര് വരുന്നതായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അതെനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയിട്ട് വരുന്നില്ല കേട്ടോ. എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നോക്കിയിട്ട് കണ്ണുനീരൊന്നും വരുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് കണ്ണുനീര് കാണുന്നുണ്ടെങ്കിൽ എത്ര തുള്ളി വന്നു എന്ന് താഴെ കമന്റ് ചെയ്താൽ എനിക്കും ഉപകാരപ്പെട്ടനെ. എന്റെ ജീവിതം എന്റെ മക്കൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥാപനത്തിൽ എനിക്കിതൊന്നും ഒരു തീരുമാനത്തിലാണ്. ഞാൻ ഇവിടെ മരിക്കാനാണ് ഇതിനുള്ളത്. ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഈ നെല്ലിപ്പുഴ DHS സ്കൂൾ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇത് ശരി മാനേജ്മെന്റ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും കാര്യങ്ങൾ അറിയില്ല. എന്റെ നാട് ഇവിടെ അല്ല. ഞാൻ പത്തിരിപ്പാലം നിൽക്കാൻ ഇവിടെ വന്നതാണ്. എനിക്ക് എന്റെ കുട്ടീന്റെ മാർക്ക് ഈ മാർക്ക് കുറഞ്ഞതിന് ഇവിടെ വന്ന് കിടന്ന് കഴിഞ്ഞിട്ട് എന്താണ് കാര്യം? ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഇവിടെ ഉള്ളതല്ല, വേറെ എവിടെ നിന്ന് വന്നാണ്, അതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ മാർക്ക് ഒരു കാര്യമില്ലാതെ കുറച്ച് സ്കൂളുകാർക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ സ്കൂളുകാർക്ക്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ.
ഇവരിതൊന്നും പറയുന്നില്ല, വെറുതെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ കുട്ടി അത് പഠിക്കാതെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതാത്തതുകൊണ്ടാവും കുറഞ്ഞത്. നിങ്ങളോട് എന്തെങ്കിലും സ്കൂളുകാർക്ക് വിരോധമുണ്ടോ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒന്നും വന്നല്ല, വേറെ എവിടെ നിന്ന് വന്നേണം അതാ എഴുതാന്നൊക്കെ. നിങ്ങൾ അങ്ങനെ ഉള്ളപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കുട്ടിയുടെ മാത്രം മാർക്ക് കുറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? കണ്ട പെണ്ണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് രണ്ടുപേരും കഴിഞ്ഞ പെണ്ണുങ്ങൾ ഞാൻ ചാറ്റിൽ അയച്ച സാധനം ഉണ്ടോ ഇല്ലേ എന്റെ മക്കൾ ഞാൻ എത്ര കഷ്ടപ്പെടുന്നവര് വളർത്തുന്നത്. എന്റെ മക്കളുടെ ഭാവി എനിക്ക് കിട്ടും. എന്റെ മകന് 6ാം ക്ലാസ് വരെ ഫുൾ A+, 3 കൊല്ലാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. 3 കൊല്ലം ഇവിടെ മാർക്ക് എത്തിക്കാനത്ത് പെണ്ണുങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ്, ചാറ്റിങ്, ലവ്, ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. സെക്ഷൽ ഹരാസ്മെന്റ്. ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷലായിട്ട് എന്റെ മക്കൾ ഹരാസ്മെന്റ് ചെയ്യും. 12 മണിക്ക് ശേഷം റൂമിൽ വിളിച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാം. അവൻ ഇവിടെ നിലമ്പൂരുള്ളതാണ്. ഉബൈദുള്ള 30 വർഷം അവന് സ്ഥാപനത്തിൽ നിന്നിട്ട് വന്ന 2 പെൺകുട്ടികളുടെ ഉപ്പയാണ്. പേരക്കുട്ടികൾ 70 വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ എന്റെ കുട്ടികളെ തല്ല, ട്രൗസർ അയച്ചിട്ട് തല്ല, വേറെ ചെയ്യാം. 10 മക്കളുടെ മുന്നിൽ മാനം എടുത്ത ഇതാണ് പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞ സാറെന്ത് ചെയ്യാനാണ്? സാറിന്റെ മെക്കിട്ട് കയറുന്നുണ്ട്. സാറിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ഗുരുതര ആരോപണങ്ങളാണ് ഇവര് പടച്ചു വിടുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുക, ചാറ്റ് ചെയ്യുക, പിള്ളേരെ റൂമിൽ കൊണ്ടുപോയിട്ട് അതും ഇതും ചെയ്യുക. ഇവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇവർക്ക് വല്ല ബോധമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? വായി തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്നാണോ? ഇതുള്ള കാര്യമാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടുക. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി അത് പോക്സോ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമ നടപടിക്ക് പോകാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന്. ഇവർക്ക് യാതൊരു തെളിവില്ലാതെ വെറുതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണങ്ങളാണ്, ഇതിങ്ങനെ തെളിവുകളൊന്നും ഇല്ല, അതുകൊണ്ട് വിശ്വസിക്കണോ എന്ന് നമ്മളൊന്നും ചിന്തിക്കും. പക്ഷേ ഈ വീഡിയോ എന്തുമാത്രം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതായിരിക്കും. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ ഇവരെ ഈ സാറിനെ ഈ സ്കൂളൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെ കണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാലോ അയാളുടെ മാനം പോകല്ലേ? ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇപ്പം ചിലപ്പോൾ ഇവള് ഉടായ്പാണ്, ഇങ്ങനെ ഫുള്ള് പ്രശ്നമാണെന്നൊക്കെ അറിയാവുന്നവരൊക്കെ ചിലപ്പം വിചാരിക്കും ഇവള് ഇമ്മ പടച്ചു വിടുന്നതാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഇപ്പം ഇയാൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അത്രയും ജനങ്ങളുടെ മുന്നിൽ ഇയാളുടെ മാനം പോവല്ലേ? അഥവാ ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ ഇവൾ കൊണ്ട് കേസ് കൊടുക്കുക, അതിനുള്ള നടപടികൾ പോവുക. വെറുതെ ഇങ്ങനെ തെളിവുകളൊന്നും ഇല്ലാതെ ആരോപണങ്ങൾ ആർക്കെതിരെ ഉന്നയിക്കാതിരിക്കുക. ഇപ്പം ആ സാറൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് പെട്ടുപോകത്തേ ഉള്ളൂ. ഇവള് പറയുന്ന ഈ 5 കുട്ടികളുണ്ട്, ഭർത്താവില്ല, ഇവളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇവർക്കെതിരെ ഒരു കേസൊക്കെ ഈ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ഇവളുടെ സകല പരിപാടികളും. അപ്പോൾ ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ട് ഇവളുടെ ഉമ്മ കൈസിൻ്റെ അടുത്ത് ഫോൺ കോൾ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അത് 10-20 മിനിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. അതിനകത്ത് ഇവള് ചെയ്യുന്ന കാര്യം അമ്മയുടെ വേർഷൻ ഓഫ് കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ 2 സൈഡിലും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ആ ഫോൺ കോൾ ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല. ഇവള് ഈ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ തെറ്റ് പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ ഫോൺ കോൾ മാത്രം കേട്ടിട്ട് അമ്മയുടെ സൈഡ് പറയാനോ ഇവള് പറയുന്ന കേട്ടിട്ട് ഇവളുടെ സൈഡ് പറയാനോ പറ്റില്ല. പിന്നെ കൈസിനെ ചുറ്റുമുള്ള അയൽവക്കക്കാരും വിളിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരും ഉമ്മയ്ക്ക് സൈഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾ ഉമ്മയ്ക്ക് സൈഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവള് ഈ ഷാജിദ എന്തുമാത്രം വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കണം നാട്ടുകാരും ഇങ്ങനെ എതിര് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പുള്ളിക്കാരുടെ മെയിൻ ഇരാന്ന് പറയുന്നത് സ്വന്തം ഉമ്മ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം ഉമ്മാക്കെതിരെ വീഡിയോ ചെയ്യാനാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഉമ്മാക്കെതിരെ ചെയ്ത് കൂട്ടുന്ന വീഡിയോകൾക്ക് ഒരു കൈ നടക്കില്ല. അവസാനം സൈ കെട്ട് അവരുടെ ഉമ്മ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറം ലോകത്തോട് അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോയിസ് റെക്കോർഡ് ഇന്നലെ എന്റെ ചാനലിലൂടെ ഞാൻ പുറത്തു വിട്ടത്. പക്ഷേ അതിന് പിന്നോടെയായി ഇന്നലെ നടന്നത് ഒരു യുദ്ധം നടന്ന പ്രതീതി ആയിരുന്നു. ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഷാജിദ് എന്റെ ചാനലിൽ വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് വായിച്ചു. നിന്നെ ഞാൻ കണ്ടോളാം വേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നീ തന്നെ വന്ന് ചാടി വെയിറ്റ് ആൻഡ് സീ എന്നിട്ട് ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട്. ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതാണ് പഠിച്ചോ ഇനി എനിക്കെതിരെ വലിയ ലൈംഗികാരോപണമായിട്ട് വരുമെന്നുള്ളതാണ്. സാധാരണ ഉടായ്പ സ്ത്രീകൾ ഒരു തുറപ്പിച്ചിട്ടാണല്ലോ ഈ ലൈംഗികാരോപണം ഉന്നയിക്കാന്ന് പറയുന്നത്. ഞാൻ കൂടെ കിടന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒരു രംഗത്ത് വരുന്നതായിരുന്നു എന്റെ വീഡിയോ. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ഇവർ കമന്റ് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെ ചാനൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച നടന്നു. ഇവരുടെ സ്വന്തം വീട്ടിൽ ഇവരുടെ ഉമ്മ ഷെഡിട്ട് നിൽക്കുന്ന വീഡിയോ എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം ഉമ്മ വീട്ടിൽ ഷെഡിട്ട് നിൽക്കുന്ന വീഡിയോ പകർത്തി അത് യൂട്യൂബിൽ ഇടാൻ മാത്രം ഇവർ എത്രത്തോളം മതപ്പതിച്ചു നോക്കിയത്. ഭീഷണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്തായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. എന്ത് മൈൻഡായി ഇവളുടെ? എനിക്ക് ഇവക്ക് വയ്യേ. സ്വന്തം അമ്മയുടെ ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് എന്തിനാണ് ഇവൾ അപ്ലോഡ് ചെയ്യുന്നത്? ഇവക്ക് ഇതിന്റെ ഇതിന്റെ അനന്തര ബലങ്ങളെ പറ്റി യാതൊരു ധാരണയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. സാറിനെ പറ്റി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. സാറിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം മാനനഷ്ടത്തിന്. ഇപ്പം അമ്മയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവക്കെതിരെ കേസ് കൊടുക്കാം. നഗ്ന വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കേസ് കൊടുക്കാം. ഉള്ള വള്ളിയെല്ലാം പിടിച്ച് തലേ വെക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നൊരു കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാണ്ടാവും. പിന്നെ കരച്ചിലും പിടിച്ചിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ കിടന്ന് കരയാം. പിന്നെ അവർ ഫോൺ പിടിച്ച് വെക്കുന്നതുകൊണ്ട് ആ കരച്ചിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൂടെ ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പ്രത്യേക നിവേദനം വല്ലതും കൊടുക്കുക. ഈ കരച്ചിൽ ഷൂട്ട് ചെയ്യാൻ ആളെ വെക്കണമെന്ന് വല്ല കോടതിയിൽ അഭ്യർത്ഥിച്ച് നോക്ക്. ചിലപ്പോൾ കോടതി വെച്ച് തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷ്വൽസ് ഒക്കെ കിട്ടും.
തെളിവ് ഫുള്ള് ഇസ്മി കൈസായ നിനക്ക് ഞാൻ തരും. നീ നേരിട്ട് ഇന്റർവ്യൂ എടുക്കാൻ എന്റെ വീട്ടിലേക്ക് നാളെ നീ വരണം. പൊന്ന് കൈസ ഇതൊന്നും പോകല്ലേ, തല വെച്ച് കൊടുക്കല്ലേ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അയ്യോ നാട്ടുകാരെ ഇവനെന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞ് വിളിച്ച് ഇവനെതിരെ വീഡിയോ ഇടാൻ. അത് ഇവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇവൻ്റെ വീഡിയോ എടുത്ത് അയ്യോ ഇവള് ഡ്രസ്സെല്ലാം കൂടെ വലിച്ച് കീറിയിട്ട് ഇറങ്ങി ഓടി വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. ഇത്രയും തെളിവൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ വീഡിയോ ചെയ്തങ്ങ് പോസ്റ്റ് ചെയ്താൽ പറ്റും. ഇവനെന്തിനാ അവളുടെ വീട്ടിൽ പോകണം? തെളിവുണ്ടെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ഇത്രയും വ്യൂവേഴ്സൊക്കെ ഉള്ള ഇവളെ കൊണ്ട് തെളിവുകളൊന്നും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യൂല. തെളിവെല്ലാം കൈവച്ചേക്കും. ആരോപണങ്ങൾ മാത്രം, സകലരെയും പറ്റി ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രം ഇവള് വാ തുറക്കൂ, വീഡിയോ ഷൂട്ട് ചെയ്യൂ. ഫസ്റ്റ് മുതലുള്ള ഷാജിക്ക് കഥകൾ പറയാനുണ്ട്. ഷാജി യൂട്യൂബിൽ കഥ പറയാൻ തുടങ്ങിയ നാറന്ന ആൾക്കാർ ഇഷ്ടം പോലെ. അതിൽ ആദ്യത്തെ ആൾ ഈ ഷാജിദ് തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവും. ഓൾറെഡി കഴിഞ്ഞ 19 മാസമായിട്ട് ഈ കഥ പറച്ചിലാണല്ലോ ഷാജിദ്. അത് കാരണമായിട്ട് ഏറ്റവും കൂടുതൽ നാളെ ഷാജിദൊക്കെ തന്നെയാണ്. അത് വേറെ കാര്യം, ബാക്കി പറഞ്ഞിട്ട്. പിന്നെ യൂട്യൂബറായ നീ അകത്തിനുള്ളിൽ ഇരുന്നിട്ട് വീഡിയോ മറ്റുള്ളവരുടെ പച്ചരിച്ച് പിന്നെ വീഡിയോസ് മാത്രം നീ കണ്ടു. നിന്നെ പോലെ അല്ല ഞങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നിട്ട്? എന്തായാലും നീ സ്വന്തം ഉമ്മയുടെയും കൂടെ പിറപ്പിനെ പച്ചരിച്ച് തിന്നുന്ന അത്ര വരല്ലോ ഞാൻ ചെയ്യുന്നത്. അതിനോട് നാളെ പരിപാടി നിന്നേക്കാളും വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ. അത് ശരി, ഇവള് ചെയ്ത അപരാധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പച്ചറച്ച് ഇതിനെല്ലാണ്. സ്വന്തം അമ്മയുടെ ഷഡിയിട്ട് നിൽക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ഇവള് വലിയ പുണ്യാളത്തി. വളരെ മികച്ച ഒരു ഇത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിന്റെ വീട്ടിൽ ഞാൻ വരും. നീ എവിടെയാണോ ഉള്ളത് നിന്നെ ഞാൻ പൊക്കും. നിന്റെ വീട്ടിൽ ഞാൻ വരും, നിന്നോട് സംസാരിക്കും. നിന്റെ ഭാര്യ ആരാണോ, നിന്റെ ഉമ്മ ആണോ, നിനക്ക് എത്ര നീ റൂമിന്റെ ഉള്ളിൽ, നീ 4 ചുമരിനുള്ളിൽ മാത്രമേ ആണാണെങ്കിൽ നീ പുറത്തു പോവാ. എന്നിട്ട് നീ നേരിട്ട് മുട്ട. നീ നേരിട്ട് വന്ന് മുട്ടാൻ നിനക്ക് ധൈര്യം നീ പുറത്തു. എന്താ ഗുസ്തിക്ക് വിളിക്കുന്നത്? നേരിട്ട് വന്ന് മുട്ട്, നേരിട്ട് വന്ന് അടുക്കി ഇടിക്കുന്നൊക്കെ. ഷാജിദ അയൽവാസികളുമായും സ്വന്തം ഉമ്മയുമായും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ തരാമെന്ന് കണ്ടോ? സ്വന്തം ഉമ്മയോടാണ് ഈ പറയുന്നത്. നിന്റെ ചെട്ടി കാണിക്കുന്ന വീഡിയോ, പൊക്കിയിട്ട് ചെട്ടി കാണിക്കുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വന്തം ഉമ്മയെ സ്ത്രീ അഭിസംബോധന ചെയ്യണം നോക്കണം നിങ്ങൾ. നീ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്? സ്വന്തം ഉമ്മയെ നീ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നിലവാരത്തോടെ നിങ്ങളൊന്ന് ആലോചിച്ചു. എന്തായാലും ഉമ്മയോട് പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ചെട്ടി കാണിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ? എന്തുവാടെ ഇതിനൊക്കെ എന്താ പറയണ്ട ഞാൻ? സ്വന്തം അമ്മേനെ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് അതെന്തോ അഭിമാനം കൊള്ളുന്ന, എന്തോ വലിയ അവാർഡ് കിട്ടിയ പോലെ അഭിമാനം കൊള്ളുന്ന പോലെയാണ് വിളിച്ചു കൂടി നടക്കുന്നത്. ഇത്രയും അതപ്പതിച്ചൊരു പരിപാടി മറ്റാരെങ്കിലും കാണിക്കോ? എനിക്കറിയില്ല. ഷാജിദയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നും വേണ്ട ഷാജിദ, ആ ഉമ്മാന്റെ വീഡിയോ വേറെ ആരെങ്കിലും എടുത്ത് വേറെ ഏതെങ്കിലും സൈറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതൊക്കെ വല്ല മാനസിക രോഗം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൾ എന്ത് മെന്റാലിറ്റിനാണ് ഇമാതിരി ഇല്ലായ്മയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെയൊക്കെ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആളുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇവക്ക് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള വകുപ്പെല്ലാം ഇവള് തന്നെ കാട്ടിക്കൂട്ടി വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തായാലും പോയിട്ട് കേസ് കൊടുക്കാനുള്ള, ഇവക്ക് നല്ല പണി കൊടുക്കാനുള്ള വള്ളി ഇവള് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മ പോയി കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തുവാടേ വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ, ഭയങ്കര അഭിമാനം തന്നെ, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് അവക്ക്. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട, യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട, പുളുത്തി. ഇതാണ് കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ, കഞ്ചാവടിയൻ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവും. അത് ശരി, അവിടെയും ഭീഷണി. നേരത്തെ അമ്മയുടെ അടുത്തായിരുന്നു ഭീഷണി, ചട്ടി വീഡിയോ ഇടും എന്നിട്ട് അതുപോലെ തന്നെ ചെയ്തു. ഇപ്പോഴത്തെ നാട്ടുകാരുടെ അടുത്തും ഭീഷണി, നീ കഞ്ചാവാണ് അതാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടും, യൂട്യൂബിലിടും. ഇവളിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല. ഒരു അഹങ്കാരം നോക്കണം. 200K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത്രയും വ്യൂസ് ഒക്കെ വരുന്ന ഒരു ചാനൽ ഉള്ളതിന്റെ കഴപ്പാണ് ഇവർക്ക്. ആർക്കെതിരെ എന്തും പറഞ്ഞ് വീഡിയോ ഇടാം എന്നുള്ള അഹങ്കാരം. നേരത്തെ ഫസ്റ്റ് ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ സാക്ഷികളാരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതാണ് കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ സാക്ഷികളുണ്ടാവും? ഇതിന് ശേഷം ഇവരുടെ മക്കളെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. അതൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാജിദയുടെ യൂട്യൂബിലോ വല്ലതും പോയി നോക്കാവുന്നതാണ്. മക്കളെ കൊണ്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവള് വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാർക്കെല്ലാം ഇവക്കെതിരെ കേസ് കൊടുക്കാനും എല്ലാത്തിനുമുള്ള വള്ളി ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ കൈസിന്റെ കയ്യിലും ഇവളൊരു വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആൾമാറാട്ടം, പോലീസാണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം. അപ്പൊ ഷാജിദ കളിച്ച് പെണ്ണ് തല കയറി കളിക്കാൻ തുടങ്ങിയത് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരെ എത്തി കാര്യം. എവിടുന്നോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്പർ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4:30 ആയി കാണും. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരികയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കൈസ എന്ന് പറയുന്ന ആൾ ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫോൺ എടുത്തത് റിസപ്ഷനിസ്റ്റ് ആണ്. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ മനസ്സിലാക്കുന്നത് ഷാജിദാണെന്ന്. അവൻ നൈസായി ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഫോൺ കെട്ടി. റിസപ്ഷനിൽ മാത്രമല്ല കേട്ടോ, മാനേജറും വിളിച്ചു. എന്നിട്ട് പുള്ളിക്കാരനോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. പുള്ളിക്കാരൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കെട്ടി. എന്തായാലും പുള്ളിക്കാരന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചതിന് വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു. പൈസ അവിടെ ഒട്ടിലാക്കിയത് സ്റ്റേഷനിൽ വിളിക്കാനേ.
സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസാണോ? കൈസാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ഇറ്റ്സ് മീ കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോ എന്ന് നിങ്ങൾ അവനോട് ചോദിച്ചൊന്ന് പറയണേ. ഓക്കെ ഓക്കെ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോലും മോളെ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ശബ്ദം മാറ്റി വിളിക്കാനോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാനോ നോക്കണമായിരിക്കും. ഇത് സ്വന്തം ശബ്ദത്തിൽ തന്നെ വിളിച്ചേക്കുവാണ്. പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവില്ല. ഒരു ലേശം ബുദ്ധിയും വിവരവും കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇമ്മാതിരി പണികളൊക്കെ കാണിക്കുമോ? നമ്മുടെ കൂട്ടുകാരെയൊക്കെ പുതിയ സിനിമയ്ക്ക് എടുക്കുന്നുണ്ട്, കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര ഒരു സീരിയസ് ഒഫൻസ് ആണ്. സ്ഥാപനത്തിൽ വിളിച്ചിട്ട് പോലീസാണ് എന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തുക. ഇതിപ്പോൾ അവർക്ക് മനസ്സിലായി ഇവളാണെന്നുള്ളത്. ഇവക്ക് ഒരു ബോധമില്ല. ഇങ്ങനെ ആൾമാറാട്ടം പോലീസാണെന്നൊക്കെ പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയിട്ട് മറ്റവരുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താണ്? ഇവള് സകല വള്ളിയും പിടിച്ച് വെക്കുന്നുണ്ട്. ഇവർ എല്ലാവരും കൂടെ പോയൊരു കേസ് കൊടുത്തോണ്ടല്ലോ. ആദ്യം മറ്റേ സ്കൂളിലെ സാറ് ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഫാൾസ് അക്യൂസേഷൻ കൊടുത്തു എന്ന് പറഞ്ഞൊരു പരാതി. അത് കഴിഞ്ഞിട്ട് ഇവളുടെ അമ്മ കൊണ്ട് കൊടുക്കുക മാനനഷ്ടത്തിന്. ഇങ്ങനെ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മാനനഷ്ടത്തിന് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ഇവർ പോലീസാണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തി ഇവരെ വിളിച്ച് പറ്റിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് അത്. അങ്ങനെ എല്ലാം കൂടി ഇവൾ വട്ടത്തിലും നീളത്തിലും എല്ലാം കുനിഞ്ഞിരുന്ന് ചെയ്യേണ്ട അവസ്ഥ വരുന്ന രീതിയിൽ കേസെല്ലാം കൂടെ വരും ഇവളുടെ തലയിൽ. ഇതൊന്നും ചിന്തിക്കാതെ യാതൊരു ബോധമില്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത്. ഇവക്കറിയില്ലെങ്കിൽ ഇവക്ക് അതിനുള്ള ബോധമില്ലെങ്കിൽ ഇവളോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ അവൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കണ്ടിട്ടെങ്കിൽ ഇതൊന്ന് നിർത്തട്ടെ. ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ കൊണോണ പറയുന്നത് ഒന്ന് നിർത്തട്ടെ. ലേശം വരുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അയ്യോ ഇതെങ്ങാണ് അവളുടെ അടുത്ത് ചെന്നിട്ട് എനിക്കെതിരെ വീഡിയോ വരുമെന്ന് എനിക്കറിയാൻ വയ്യാതെ അവൾ ചെയ്യട്ടെ. ഇതിനെല്ലാം പുറമെ ഇവർ വേറൊരു വള്ളിയും കൂടെ ഇനി ഷാജിദ എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലൈഫ് ഓഫ് അനന്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളൊരു വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടാണ് വെളുത്തിട്ട് പാറുന്ന ക്രീമൊക്കെ വൈറലായപ്പോൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടാണ്. അതുപോലൊരു വെളുത്തിട്ട് പാറുന്ന ക്രീം 7 ദിവസം കൊണ്ട് വെളുക്കുന്ന ഒരു ക്രീം ഇവള് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം ആണ്. ഇത് 7 ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് നന്നായി കിട്ടും. ഞാനിത് 3 ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കണ്ണിന്റെ ഇവിടുത്തെ കറുപ്പ്, ചുണ്ടിന്റെ കറുപ്പ്, നെറ്റിന്റെ കറുപ്പ് എല്ലാം പോയിട്ടുണ്ട്. നല്ല റിസൾട്ട് 7 ഡേയ്സിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇന്നത് ക്രീമിന്റെ ഒക്കെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇവള് പറയുന്നത് മോക്സി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതുപോലെ വെറുതെ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്ന ഒരുപാട് ക്രീമുകളുണ്ട്. ഇതെല്ലാം സെയിം ക്രീമാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആരോ എവിടെയോ ഏതോ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്യുന്നു, എന്നിട്ട് ബൾക്കായിട്ട് ഇവർക്കെല്ലാം കൊടുക്കുന്നു. ഇവന്മാര് ഇതെല്ലാം കുപ്പിക്കകത്താക്കി വിൽക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഷാജിദയുടെ കേസിലും സംഭവിക്കുന്നത്. ഷാജിദ ഇപ്പോൾ ഈ പറഞ്ഞ മോക്സി ക്രീം ഉണ്ടല്ലോ, സ്വന്തം പേരിൽ ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്രീമിനൊക്കെ എത്രത്തോളം നിലവാരം ഉണ്ടെന്ന്. മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാ. നമുക്ക് ചന്തം കൊണ്ട് ചന്തിയ എന്തോ വെയിറ്റ് അതല്ല, ചന്തം കൊണ്ട് ചിന്തി. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ? അപ്പൊ ഞാനൊന്ന് ഞാനൊന്നും പറയുന്നില്ല. വെളുത്തിട്ട് പാറുന്ന കഴിഞ്ഞു. അടുത്തത് ചന്തി കൊണ്ട് പാറാം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ ഇട്ടാണ് നമ്മുടെ ഷാജിദ ചേച്ചി ഇത് വിൽക്കുന്നത്. തേച്ചാഞ്ചരാട്ടാ നിങ്ങൾക്ക്. അമ്മേ എന്താ ഇത്? ജിയാസൊക്കെ ഉറങ്ങി മോനെ. അവർക്ക് പനിയാണ് മോനെ. അവർക്ക് വയ്യ പനിയാണ്. ഓന് മരുന്ന് വെച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നതാണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ. അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നി കൂടി അടിച്ചു പോകാൻ, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ? ആ അടിച്ചു പോകാനുള്ള നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ധൈര്യത്തിൽ ഇട്ടോളി. ഇതന്നെ മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ഇട്ടോളാന്നൊക്കെ. മരിക്കാൻ പേടിയില്ലാത്തവരെല്ലാം ക്രീം മേടിച്ചിട്ടോ. അപ്പം ഷാജിദയ്ക്ക് അറിയാൻ തോന്നി ഇത് തേച്ചാൽ മരിച്ചു പോകും. അപ്പം മരിക്കാൻ പേടിയില്ലാത്തവർ മാത്രം ഇത് ഇട്ടാൽ മതി, മരിക്കുന്നവരെ ചന്തി വെളുത്ത് പാറും. അങ്ങനല്ലേ? അതെ എനിക്ക് തോന്നി ഷാജിദയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് ഈ ക്രീമുകളിലെല്ലാം ഹെവി മെറ്റൽസിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തോന്നുന്നുണ്ട് ഈ 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് വെളുക്കുന്നതെന്ന്. മാരക സൈഡ് എഫക്റ്റ് ആണ് ഈ മെർക്കുറി പോലത്തെ ഹെവി മെറ്റൽസ് ഒക്കെ. മനുഷ്യന് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് ഈ മെർക്കുറിയൊക്കെ. അതിൻ്റെയൊക്കെ ഹൈ അളവ് ഇതുപോലുള്ള ക്രീമുകളിൽ ലോക്കൽ ഇങ്ങനെ റീബ്രാൻഡ് ചെയ്ത് വരുന്ന ക്രീമുകളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസുകൾ നിങ്ങൾ നേരത്തെ ന്യൂസുകളൊക്കെ നോക്കിയാൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വൈറ്റനിങ് ക്രീം സൈഡ് എഫക്റ്റ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കിഡ്നി ഡാമേജ് അങ്ങനെയൊക്കെ ക്യാൻസറസ് ആണ് ഈ സാധനം. സ്കിൻ ക്യാൻസറൊക്കെ വരുന്ന കോസ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഒരു ലെയർ അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക്
ഇത് നിർത്താൻ പറ്റില്ല. ഈ ക്രീമുകൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വെയിലത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ സൺ ഡാമേജ്, സൂര്യാഘാതമൊക്കെ ഏൽക്കാനുള്ള സാധ്യതകൾ കൂട്ടും. അങ്ങനെ ഭയങ്കര ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ളതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ, നിർത്താൻ പറ്റില്ല. നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര പഴയ ഒരുപാട് ഡാർക്കായിട്ട് പോകും. നമ്മൾ ഇതിൻ്റെ ആഫ്റ്റർ കെയർ സാധനങ്ങൾ ഫുള്ള് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പറ്റും. പഴയതിലും ഡാർക്ക് കളറിലേക്ക് പോകുമ്പോൾ നമുക്കിത് നിർത്താൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്ത് ഇതിൻ്റെ ഹെവി മെറ്റൽസ് നമ്മുടെ ദേഹത്തേക്ക് അബ്സോർബ് ആവുമല്ലോ, മെർക്കുറി പോലുള്ള സാധനങ്ങൾ അബ്സോർബ് ആവും. അത് നമ്മുടെ കിഡ്നി, ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. എനിക്ക് തോന്നുന്നു ഷാജിദയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ കാണില്ല. കമൻറ്റ് വന്നപ്പോൾ അത് ട്രോൾ ഇട്ടതാകും എന്ന് വിചാരിച്ചാവും ഷാജിദ അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്രീമുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ സാധാരണ നമ്മൾ എന്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റ് എടുത്താലും ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ് സാധനങ്ങളൊക്കെ ഉള്ളതിനകത്തൊക്കെ അങ്ങനെ കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രീമുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇൻഗ്രീഡിയൻസ് കാണില്ല, മാനുഫാക്ചറിങ് ഡേറ്റ് കാണില്ല, എക്സ്പയറി ഡേറ്റ് കാണില്ല, ഒരു തേങ്ങ കാണില്ല ഇതിനകത്ത്. ആകെ അവരുടെ ഒരു ചില്ലു കുപ്പി കാണും, അതിനകത്തൊരു ബ്രാൻഡിങ് സ്റ്റിക്കറും കാണും. ഇത് മാത്രം എന്തെങ്കിലും വിശ്വസിച്ച് നമ്മളെടുത്ത് തേക്കണം. ഇതിനൊക്കെ പ്രോപ്പർ ലൈസൻസ് ഉണ്ടോ, അപ്രൂവ്ഡ് ആണോ, എന്തെങ്കിലും ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടോ? സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രോപ്പർ ലാബ് ടെസ്റ്റ് സാധനങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള പ്രോപ്പർ ലൈസൻസിങ്ങോടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ മേടിച്ച് തേക്കേണ്ടത്. കാരണം നമ്മളെ കെമിക്കൽസാണ് നമ്മൾ ദേഹത്തേക്ക് പുറത്തുനിന്ന്. അതൊക്കെ പ്രോപ്പർ ലാബ് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ഈ സാധനങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് മുഖത്ത് തേക്കുന്നത്? ഒരു അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ഈ വൈറ്റനിങ് നൈറ്റ് ക്രീം നമ്മള് എന്റെ പേരില് ബ്രാൻഡായിട്ട് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതില് നിങ്ങളുടെ ഒരു അഭിപ്രായം, ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ. എങ്ങനെയാണ്, എന്താണ് ഷാജീസ് വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ ഷാജീസ് ബ്യൂട്ടി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് ആർക്ക് വേണമെങ്കിലും ബ്രാൻഡ് ചെയ്ത് ഇറക്കാം. ഒരു ലൈസൻസിങ്ങും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, ഒരു സാധനം വേണ്ട. നമ്മൾ നമ്മുടെ ബ്രാൻഡിങ്ങിൽ ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ സെയിം കുപ്പിക്കകത്ത് സ്റ്റിക്കർ മാത്രം മാറ്റും, വേറെ ഒന്നുമില്ല. സ്റ്റിക്കർ മാത്രം മാറ്റി നമ്മുടെ ബ്രാൻഡിങ് ഒട്ടിച്ച് പടച്ചു വിടും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നാളെ എന്റെ പേരിൽ ക്രീം ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ക്രീം ഇറക്കാം. വെളുത്തിട്ട് പാറും, ചന്തിയും കുണ്ടി എല്ലാം വെളുത്തിട്ട് പാറും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നാളെ തൊട്ട് ക്രീം ഇറക്കാം. അസ്സലാമലൈക്കും. അപ്പൊ നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം ആണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ്. ഒരു വ്യത്യാസമില്ല, സ്റ്റിക്കർ ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. മോക്സി എന്നായിരുന്നു, അതിപ്പോൾ ഷാജീസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷാജിദയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. ഇത് തേച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് ആൾക്കാരെ കൊണ്ട് കേസ് കൊടുത്താൽ വൻ സീനാവും. മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള സാധനമാണ്. ആരെങ്കിലും കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർന്ന്. ഇപ്പം തന്നെ ഓൾറെഡി നേരത്തെ 3 കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ ഇതിപ്പോൾ 4ാമത്തെ കേസ്. പിന്നെ നല്ല രീതിയിൽ ഒരു ഫാമിലി വ്ളോഗായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻസ് വരും. അപരാധ സാധനങ്ങൾ, നാട്ടുകാരും കുറ്റം പറഞ്ഞുള്ള സാധനങ്ങളല്ലാതെ നല്ല കണ്ടന്റ്, നല്ലൊരു ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പിള്ളേരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ പെർ വീഡിയോയ്ക്ക് കിട്ടുന്ന ടൈപ്പ് ബ്രാൻഡ് ഡീൽസ് നിനക്ക് കിട്ടും. അപരാധം പറഞ്ഞ് നിർത്തിയിട്ട് നല്ലൊരു ഫാമിലി വ്ളോഗായിട്ടൊക്കെ മുന്നോട്ട് പോവുക. എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.